ലോകം എല്ലാവർക്കും ഒരേപോലെയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഫോക്കസ് ഉണ്ടല്ലോ, ആ ലെൻസിലൂടെയാണ് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നതും വിലയിരുത്തുന്നതും. ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ ഫോക്കസ് ശൈലിയും അയാൾക്കൊരു പ്രൊമോഷണൽ ഫോക്കസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിവെൻഷണൽ ഫോക്കസ് ആയിരിക്കും. അയാൾ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുന്ന മാർഗവും തമ്മിൽ കൃത്യമായി ഒത്തുപോകുന്ന ഒരവസ്ഥയാണ്, ഒരു ബാലൻസ് ആണ്. ഏത് തരത്തിലുള്ള ആളാണെങ്കിലും അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. അതും ആ നേടിയെടുക്കുന്ന രീതിയും തമ്മിൽ, ഈ രണ്ട് രീതിയും തമ്മിൽ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം ഒരു അലൈൻമെന്റ് ഇത് തമ്മിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ചെയ്യുന്ന കാര്യങ്ങളോട് ഉള്ളിൽ നിന്ന് ഒരു ശരിയാണ് എന്ന ബോധ്യം നമുക്ക് വരും. റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിസ്ക് ആണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, റിസ്ക് ഒക്കെ ഉണ്ട്, ജീവിതത്തിന് റിസ്ക് ഒക്കെ വേണ്ടേ, അവരങ്ങ് എടുത്തിയാണ്, റിസ്ക് ഒന്നും നോക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവരിത് ഈ അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരവസ്ഥയുണ്ട്. അതോടൊത്ത് അത് മാത്രമല്ല, ഇവർ മന്ദഗതിയിലുള്ള പുരോഗതിയാണ്. ഇത് കണ്ടുപിടിച്ചതിലൂടെ ഞാൻ ഈ കമ്പനിയുടെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഫാമിലിയുടെ വലിയൊരു നഷ്ടം ഞാൻ കണ്ടുപിടിച്ചു. അത് ഒഴിവാക്കാൻ എനിക്ക് കഴിഞ്ഞു. നമുക്ക് ചുറ്റും ഏറ്റവും അധികം ഉയരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ശ്രദ്ധയില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, വേണ്ടത്ര ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിത വിജയം ലഭിക്കാത്തത് എന്ന്. അപ്പൊ എന്താണ് ശ്രദ്ധ? ശ്രദ്ധയെക്കുറിച്ച് ആയിരക്കണക്കിന് നിരീക്ഷണങ്ങളുണ്ട്. പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം നിരീക്ഷണങ്ങളുണ്ട്. ശ്രദ്ധ എന്നത്, ഫോക്കസ് എന്നത് എന്നും എല്ലാ മനുഷ്യൻ്റെയും ഒരു വലിയ കീറാമുട്ടിയായിട്ടാണ് കിടക്കുന്നത് എന്ന് പറയാം. കമ്മ്യൂണിക്കേഷനിൽ ഈ ഡാവിഞ്ചി പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കേൾക്കാതെ കേൾക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കുന്നില്ല, പറയാതെ ചിന്തിക്കാതെ പറയുന്നു, കേൾക്കാതെ കേൾക്കുന്നു, കാണാതെ കാണുന്നു എന്നാണ്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത്, അശ്രദ്ധ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെയും വലിയൊരു ദൗർബല്യവും ഒരു പോരായ്മയുമായിട്ട് കാണുമ്പോൾ, എങ്ങനെയാണ് നമുക്ക് ഒരു വിഷയത്തിൽ പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആ ശ്രദ്ധയെക്കുറിച്ചല്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധാരീതിയുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ദിശയുണ്ട്. നിങ്ങളുടെ ആ രീതിയെക്കുറിച്ച്, നിങ്ങളുടെ ഫോക്കസ് എന്നത് വെറും ഒരു കാര്യത്തിൽ നൽകുന്ന ശ്രദ്ധ മാത്രമല്ല എന്നാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. അതൊരാൾ ജീവിതത്തിലെ തൻ്റെ ലക്ഷ്യങ്ങളെയും പ്രതിസന്ധികളെയും സമീപിക്കുന്ന ഒരു ശൈലിയുമുണ്ടല്ലോ, ആ ശൈലിയാണ് ഇവിടെ മനസ്സിൻ്റെ ദിശ എന്ന് പറഞ്ഞത്. ആ മനസ്സിൻ്റെ ദിശയുമാണ് ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണോ, ശ്രദ്ധയുള്ളിടത്തേക്ക് നമ്മുടെ മനസ്സ് ചെന്നെത്തുന്നു എന്നാണ്. മാത്രവുമല്ല, ശ്രദ്ധിക്കുന്നതെല്ലാം വളരുന്നു എന്നാണ്. നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് അത് വളരുന്നു എന്നാണ്. ലോകം എല്ലാവർക്കും ഒരേപോലെയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഫോക്കസ് ഉണ്ടല്ലോ, ആ ലെൻസിലൂടെയാണ് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്നതും വിലയിരുത്തുന്നതും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഓരോ മനുഷ്യനും ഒരു കാര്യത്തെ കാണുന്നത് ഞാൻ കാണുന്നത് പോലെ അല്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കാണുന്നത്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണ്, അവൻ്റെ ലെൻസിലൂടെയാണ്, അവൻ്റെ ഫോക്കസിലൂടെയാണ് കാണുന്നത്. നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു ഇന്റേണൽ GPS ഉണ്ട്, ഒരു 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 ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ GPS തെറ്റായ ഒരു ലൊക്കേഷനാണ് സെറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എത്ര വേഗത്തിൽ നമ്മുടെ വണ്ടി ഓടിച്ചാലും ഒരുപക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താത്തത് പോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യത്തിന് അനുയോജ്യമല്ലാത്ത ഒരു ഫോക്കസ് ശൈലിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ എത്ര കഠിനാധ്വാനം ചെയ്താലും അതെല്ലാം വ്യർത്ഥമാവും എന്നാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ ഒരു ഫോക്കസ് രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരത്തിലുള്ള ഫോക്കസ് രീതികളാണ് നമുക്ക് പൊതുവായിട്ട് എല്ലാ മനുഷ്യരിലും ഉള്ളത്. അപ്പൊ നമ്മുടെ ആ ലക്ഷ്യത്തിനനുസരിച്ച് ഈ രണ്ട് തരത്തിലുള്ള, ഏത് തരത്തിലുള്ള ഫോക്കസ് ഉള്ള ആളാണ് നമ്മളെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, ആ ഫോക്കസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെയോ അല്ലെങ്കിൽ ഒന്നാമത്തെയോ ഫോക്കസിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോക്കസിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ ലക്ഷ്യമിടുന്നത്, എന്താണോ ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ രണ്ട് ഫോക്കസുകൾ? അതിൽ ഒന്നാമത്തെ ഫോക്കസിന്റെ പേര് പ്രൊമോഷൻ ഫോക്കസ് എന്നാണ്. പ്രൊമോഷൻ നിങ്ങൾക്കറിയാം, പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ ഓറിയന്റേഷൻ മൈൻഡ് സെറ്റാണ്, ഓറിയന്റഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. അടിസ്ഥാനപരമായിട്ടുള്ള ഈ ചിന്തയെ എനിക്ക് എന്ത് നേടാമെന്നാണ്, വാട്ട് കാൻ ഐ ഗെയിൻ എന്നാണ്. അപ്പോൾ ഇവരുടെ എല്ലാ ലക്ഷ്യങ്ങളും എനിക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഇങ്ങനെയുള്ള ചിന്ത, ഈ പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ആളുകളുടെ ചിന്ത. അവരുടെ സ്വഭാവ രീതികൾ നമുക്ക് നോക്കിയാൽ അവർ വളരെ വേഗതയുള്ള ആളുകളായിരിക്കും. തീരുമാനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് എടുക്കുക. ഒപ്പം തന്നെ അവർ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, സർഗാത്മക ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ എടുക്കുമ്പോൾ തന്നെ പുത്തൻ വഴികൾ കണ്ടുപിടിക്കാൻ ഇവർ വളരെ ബഹുമിടുക്കരാണ്.
നമ്മൾ ആരും കാണാത്ത തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് റിസ്ക് എടുക്കാനുള്ള മനോഭാവം എന്ന് പറയുന്നത്. സാധാരണ ആളുകളൊക്കെ റിസ്ക് ഒക്കെ എടുക്കാൻ പേടിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അവർ പരാജയത്തെക്കാൾ വിജയത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ട് അവർ മുന്നേറുന്നത്. അവരുടെ ലക്ഷ്യങ്ങൾ മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സമ്മാനങ്ങൾ, അവർ വളർന്നു വരുന്ന വളർച്ച, അതല്ലെങ്കിൽ അവർ നേടിയെടുക്കുന്ന പദവികൾ, അവർക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് അവരുടെ ഡോപാമൈൻ ട്രിഗർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡോപാമൈൻ എന്ന് പറയുന്നത് ഈ ഒരു ആന്റി ഓക്സിഡന്റ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമുണ്ടാക്കുന്ന ഒരു കെമിക്കലാണ്. ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതിലൂടെ അവർ സ്വയം ഉത്തേജിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിന്റെ അവരുടെ കരുത്ത് എന്താണെന്ന് വെച്ചാൽ അതിവേഗ വളർച്ച അവർ നേടിയെടുക്കും. അതുപോലെ തന്നെ അവർ നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അവരൊരു വളർച്ചയും നവീകരണവും പുതിയ കാര്യങ്ങളൊക്കെ, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ അവർ കൊണ്ടുവരാൻ ബഹുമിടുക്കരാണ്. ഒരാളും കാണാത്ത പുതിയ വഴികളൊക്കെ അവർ കണ്ടുപിടിക്കും. അതൊക്കെ സമൂഹത്തിന് മുന്നിൽ അവർ അവതരിപ്പിക്കും, അത്ഭുതപ്പെടുത്തും. പക്ഷേ ഇവരുടെ ഒരു ദൗർബല്യമുണ്ട്. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. അവരുടെ ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആളുകളാണ് ഇവര്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് സൂക്ഷ്മമായ വിവരങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ കാണാതെ പോകുന്നു. പക്ഷാന്തരങ്ങളൊക്കെ പരിശോധിക്കാതെ പൊടുന്നനെ ഒരു കാര്യത്തിലേക്ക് ആലോചിക്കാതെ അങ്ങ് എടുത്തിയാടും. അപ്പൊ അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് ഇവർക്ക്. ഇവരെന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ വളരെ പുത്തൻ ആശയമായിരിക്കും. ആ പുത്തൻ ആശയം അവർ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ വേഗത്തിലായതുകൊണ്ടും മറ്റു പക്ഷാന്തരങ്ങളൊക്കെ തയ്യാറെടുപ്പുകൾ കുറവായതുകൊണ്ടും, തയ്യാറെടുപ്പുകൾ ഉണ്ടാവാം, പക്ഷെ അത് മറ്റുള്ളവരെ പോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരാജയ സാധ്യതകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിന്റെ മറുവശം, ആ രണ്ടാമത്തെ ആ ഫോക്കസിനെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പ്രൊമോഷണൽ ഫോക്കസുകാരെ കുറിച്ചാണ് പറഞ്ഞത്. വലിയ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, പ്രതീക്ഷാ നിർഭരതയോടെ പെരുമാറുന്ന ആളുകൾ, ഒരു മയിലിനെ പോലെ നൃത്തം ചെയ്ത് ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ആൾക്കാർ. അടുത്ത ഫോക്കസ് ഉള്ള ആളുകളുടെ പേര് പ്രിവെൻഷൻ ഫോക്കസ് എന്നാണ്. അതാണ് നിങ്ങൾക്കറിയാം എന്താണ് പ്രിവെന്റീവ് ആയിട്ട്. അപ്പം സേഫ്റ്റി ഓറിയന്റഡ് മൈൻഡ് സെറ്റ് ആണ് ഇവർക്ക് എപ്പോഴും. ഇവരെപ്പോഴും അടിസ്ഥാനപരമായ അവരുടെ ചിന്ത എന്താ വെച്ചാൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, വാട്ട് ക്യാൻ ഐ ലോസ് എന്നാണ്. എനിക്ക് എന്ത് നഷ്ടപ്പെടും, ഞാൻ ഇത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ് നഷ്ടപ്പെടാൻ സാധ്യത. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ പിഴവുകളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുക? ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ സ്വഭാവ സവിശേഷതകളായി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കൃത്യതയും അച്ചടക്കവും അവരുടെ ഒരു മുഖമുദ്രയാണ്. അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക. തെറ്റുകൾ വരാതിരിക്കാൻ ഓരോ ചെറിയ കാര്യവും വളരെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പരിശോധിച്ചുകൊണ്ട് ജാഗ്രതയും ഒക്കെ കൂടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ജാഗ്രതയുള്ള ആളുകളായിരിക്കും, നല്ലവണ്ണം വിശ്വസ്തതയുള്ള ആളുകളായിരിക്കും, നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളായിരിക്കും. ചട്ടപ്പടി മാത്രമേ ഇവർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, നല്ല നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചട്ടപ്പടി മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അതേസമയത്ത് തന്നെ നമ്മുടെ ബാങ്കിങ് ഓഫീസേഴ്സ്, നമ്മളൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം പരിശോധിക്കും. ലീഗൽ ഡിപ്പാർട്ട്മെന്റിനെ അയച്ച്, അപ്പുറത്ത് വേറൊരു ഡിപ്പാർട്ട്മെന്റിനെ അയച്ച്, അങ്ങനെ എല്ലാം പരിശോധിച്ച ശേഷമേ ഇത് ചെയ്യുകയുള്ളൂ. അവിടെ ഇരിക്കുന്ന ഒരു ബാങ്കിൽ നിൽക്കുന്ന മിക്കവാറും ആളുകൾ പരിശോധിച്ചാൽ അവർ പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ആ ജോലി ഉപേക്ഷിച്ച് പോകും. അതാണ് പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് കാണാം. കാരണം അവരുടെ രീതി അതല്ല. അപ്പം ഇങ്ങനെ പാലിച്ചു പോകുന്ന ആളുകളാവുമ്പോൾ ഈ ആളുകൾ, ഈ പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളുകൾ വരാനിരിക്കുന്ന അപകടങ്ങൾ അവരെപ്പോഴും മുൻകൂട്ടി കാണും. ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരു പ്രൊമോഷണൽ ഫോക്കസ് ആയിട്ട് ഉള്ള ഒരാളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഓണർ ഒരു പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ആളാണെന്നിരിക്കട്ടെ, ഈ ഒരു പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു സിഇഒ എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജറിയൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഏത് സെക്ഷനും ആകട്ടെ, അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ വരാനിരിക്കുന്ന അപകടങ്ങളൊക്കെ അവർ മുൻകൂട്ടി കാണും. എല്ലാം അവർ കണ്ടുപിടിക്കും. കാര്യം അവർ വളരെ പക്ഷാന്തരങ്ങളൊക്കെ നല്ലവണ്ണം പരിശോധിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളും പിഴവുകളും ഒഴിവാക്കുന്നതിലൂടെ, സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലൂടെയുമാണ് അവരുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ റിലീഫ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ചതിലൂടെ ഞാൻ ഈ കമ്പനിയുടെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഫാമിലിയുടെ വലിയൊരു നഷ്ടം ഞാൻ കണ്ടുപിടിച്ചു, അത് ഒഴിവാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ഈ ഒരു കാര്യം കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഒരു ബന്ധുവിന്, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ മറ്റാരെങ്കിലും
നിർബന്ധമായി ഡോക്ടറെ കാണണം, ഡോക്ടറെ കാണണം, ഡോക്ടറെ കാണണം എന്ന് നിർബന്ധിച്ച് കൊണ്ടുപോയത് കൊണ്ട്, ആ ഒറ്റ നിർബന്ധം കൊണ്ട് രോഗം കണ്ടുപിടിക്കാൻ പറ്റി. പ്രാരംഭ ദശയിൽ തന്നെ ഇത് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും അവർക്ക് പറ്റി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രചോദനം. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രചോദനമായിട്ട്, അവരുടെ കരുത്തായിട്ട് കാണുന്നത്. ഇനി അവരുടെ പ്രധാനമായിട്ടുള്ള കരുത്തുകളിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പിഴവില്ലാത്ത പ്രവർത്തനമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിഴവേ ഉണ്ടാവില്ല. മാക്സിമം പിഴവില്ലാത്ത തരത്തിലായിരിക്കും അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക. സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നൽകുന്ന സ്ഥിരതയുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു സ്ഥാപനത്തിലാവട്ടെ, ഒരു കുടുംബത്തിലാവട്ടെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആ കുടുംബത്തിനോ സ്ഥാപനത്തിനോ ദീർഘകാല സുരക്ഷ ആസൂത്രണം ചെയ്യും ഇവര്. വീട്ടിലൊക്കെ ആണെങ്കിൽ, കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഇവർ നല്ലവണ്ണം ഈ ഇൻഷുറൻസ് കാര്യങ്ങളും പോളിസീസും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സാമ്പത്തിക ആസൂത്രണങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളൊക്കെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഭർത്താവ് ചിലപ്പം ധാരാളിയായിട്ടുള്ള ആളായിരിക്കും, ധാരാളം പണം സമ്പാദിക്കുന്നുണ്ടാവും. പക്ഷെ ഭാര്യ വളരെ ആസൂത്രിതമായിട്ട് അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വേണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് പോകുന്ന ചില ഭാര്യമാരുണ്ട്. പഴയകാലത്ത് ചില കാരണന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കൃത്യമായി അവരുടെ ജീവിതം തന്നെ മറന്നുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ആസൂത്രണം, ഈ സുരക്ഷാ ആസൂത്രണം, ഇവരുടെ ദൗർബല്യം, ഈ പ്രിവെൻഷണൽ ഫോക്കസ് ഉള്ള ആളുകളുടെ ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ അമിതമായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളുകളാണ്. അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അമിതമായ ചിന്ത കുഴപ്പമുണ്ടാക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇവർ ഈ ഓവറായിട്ടുള്ള അനാലിസിസ് പരാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോകും. അനലൈസ് ചെയ്ത് പാരലൈസ് ചെയ്തിട്ടുള്ള അനാലിസിസ് പരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ പോകും. എന്താ അവർ കാരണം? അവർ റിസ്ക് പേടിച്ചിട്ട് വലിയ അവസരങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇവർ വേണ്ടാന്ന് നോക്കും. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത്. അത് ഭയങ്കര റിസ്ക്കാണ്. അയ്യോ, അതുകൊണ്ട് നമുക്ക് എത്ര വലിയ ഓഫറൊക്കെ ഉണ്ട്, എന്നാലും എനിക്കത് ക്ലിയർ ആവുന്നില്ല, അത് റിസ്ക്കാണ്. അവർ ആ റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ 3 വേർഡിൽ അങ്ങ് അവസാനിപ്പിച്ചിട്ട് അതങ്ങ് വേണ്ടാന്ന് വെക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിരവധി വലിയ അവസരങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെടും. അതേസമയം പ്രൊഫഷണൽ ഫോക്കസ് ഉള്ള ആൾക്കാർക്ക് റിസ്ക് വേണം. റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിസ്ക് ആണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, റിസ്ക് ഒക്കെ ഉണ്ട്, ജീവിതത്തിന് റിസ്ക് ഒക്കെ വേണ്ടേ, അവരങ്ങ് എടുത്തിയാണ്, റിസ്ക് ഒന്നും നോക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ഇവർ മന്ദഗതിയിലുള്ള പുരോഗതിയാണ്. സ്ലോ ആയിട്ട് അവർ വളരുകയുള്ളൂ. ഈ പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളുകൾ ജീവിതത്തിൽ വളരെ സ്ലോ ആയിട്ടാണ്. പക്ഷെ ഉള്ളത് അവർ നല്ല അടിത്തറ പണിത് ആണ് ഇവരെ മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ ഈ പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ആളുകളെ നമ്മളൊരു യാത്രയുമായി ബന്ധപ്പെടുത്തി കണ്ടാൽ, ഒരു കാറാണെന്ന് വിചാരിക്കൂ ജീവിതം. അപ്പം ആ കാറിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രൊമോഷണൽ ഫോക്കസ് ഉള്ളവരുടെ ആക്സിലേറ്റർ ആണ് ശരിക്കും, ആ കാറിൻ്റെ ആക്സിലേറ്റർ ആണ് പ്രൊമോഷണൽ ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ ആ ആക്സിലേറ്റർ മാത്രമുള്ള ഒരു വാഹനവും ബ്രേക്ക് മാത്രമുള്ള ഒരു വാഹനവും അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഒരു കാര്യം മാത്രമായിട്ട് വണ്ടി ഓടില്ല. ബ്രേക്ക് മാത്രമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ കഴിയില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. ആക്സിലേറ്ററും വേണം, ഈ പറയുന്ന ബ്രേക്കും വേണം. രണ്ടും മാറി ഉപയോഗിക്കുമ്പോഴാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു നല്ല മികച്ച ഡ്രൈവിംഗ് നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ ഈ മാറിയുള്ള സ്വിച്ചിങ് ഉണ്ട്. ആക്സിലേറ്ററിൽ നിന്നും പിന്നെ ബ്രേക്കിലേക്കും, ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിലേക്കും മാറുന്ന ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ചിങ് ഇൻ്റലിജൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സ്വിച്ച് ചെയ്യാനുള്ള നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയും. നമ്മൾ ആ ഐക്യു ഉണ്ടല്ലോ, ആ ഇൻ്റലിജൻസ് ആണ് നമുക്ക് വേണ്ടത്. സാഹചര്യത്തിന് അനുസരിച്ച് ഫോക്കസ് മാറ്റാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. ഇതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ആശയം വരികയാണെന്ന് വിചാരിച്ചോളൂ, ഒരു നല്ല ബ്രെയിൻ സ്റ്റോമിങ് നടക്കുന്നു. അപ്പോൾ ഒരു പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ഒരാൾക്കാണ് പത്രത്തിലുള്ള പുതിയ അത്യാവശ്യം നല്ല ആശയങ്ങളൊക്കെ വരുന്നത്. ഈ പ്രിവെൻഷണൽ ഫോക്കസ് ഉള്ളവർക്ക് ആശയം വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. മിക്കവാറും മറ്റവർക്കായിരിക്കും, പ്രൊമോഷണൽ ഫോക്കസ് ഉള്ളവർക്കായിരിക്കും പൊടുന്നനെ ഈ ലൈഫ് ചേഞ്ചിങ് ആശയങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ ആ പ്ലാനിങ് നടപ്പാക്കുമ്പോഴും ലീഗൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളുകളുടെ കാര്യമാണ് ഈ ലീഗൽ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തീരുമാനമെടുക്കുമ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം, ഇത് ചെയ്യുന്നതിലൂടെ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും? അതാണ് പ്രൊമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത്. പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ആളുകൾ ചോദിക്കുന്നതാണ്, ഇത് ചെയ്യുന്നതിലൂടെ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ അടുത്ത കക്ഷികൾ എന്താണ്, ഇതിൽ എന്ത് അപകടമുണ്ട്, ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് പ്രിവെൻഷൻ ആയിട്ടുള്ള ആളുകളും ആലോചിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, ബ്രേക്കും ആക്സിലേറ്ററും ഒരേ സമയത്ത് ഒരു സ്ഥാപനത്തിൽ, ഒരു കുടുംബത്തിൽ ഒരുമിച്ചുണ്ടെങ്കിൽ, ഒരാൾ ബ്രേക്ക് ചവിട്ടുന്നു, ഒരാൾ ആക്സിലേറ്റർ ചവിട്ടുന്നു, ഒരാൾ ആക്സിലേറ്റർ കൊടുക്കുന്നു, ഒരാൾ ബ്രേക്ക് ചവിട്ടുന്നു. നമ്മൾ
ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കാൻ പോകുമ്പോൾ മാഷാന്മാർ നമ്മളെ മാസ്റ്റേഴ്സ് നമ്മളെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ആവേശത്തിന് നമ്മൾ ആക്സിലേറ്ററിൽ കൂടുതൽ അമർത്തുമ്പോൾ വണ്ടി നിയന്ത്രണം വിട്ട് പായാതിരിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് ഇവരുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ സൗഹൃദത്തിലോ ഒക്കെ നമ്മൾ നമ്മൾ പിന്നെ പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ആൾക്ക് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ഒരാളെ, ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ജോലിക്കാരോ ആരുമാകാം, സുഹൃത്തോ ഒക്കെ ആവാം, അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പരിക്കുകൾ പറ്റാതെ, അപകടങ്ങൾ പറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു പ്രൊമോഷണൽ ഫോക്കസ് ഉള്ള ഒരാൾ വേണം. പുതിയ ആശയങ്ങൾ വരണം. നിങ്ങൾ റിസ്ക് എടുക്കാത്ത ആളാണ്, പക്ഷെ നിങ്ങളെ റിസ്ക് എടുക്കുന്നതിന്റെ ആ ഒരു ടെൻഷനിൽ നിന്ന് നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ആ പിന്നെ പ്രിവെൻഷണൽ ഫോക്കസ്, ആ റിസ്ക് കണ്ടുപിടിക്കാനുള്ള നിങ്ങളുടെ ആ കഴിവ് കൂടി ഉൾപ്പെടുമ്പോൾ ആ വളരെ വലിയ ഒരു 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 വളർച്ചയിലേക്കാണ് പോകുന്നത്. ഇതിനെ നമ്മൾ റെഗുലേറ്ററി ഫിറ്റ് എന്നാണ് പറയുക. റെഗുലേറ്ററി ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിർവചനം ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ ഫോക്കസ് ശൈലിയും, അയാൾക്കൊരു പ്രൊമോഷണൽ ഫോക്കസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രിവെൻഷണൽ ഫോക്കസ് ആയിരിക്കും, അയാൾ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുന്ന മാർഗവും തമ്മിൽ കൃത്യമായി ഒത്തുപോകുന്ന ഒരവസ്ഥയാണ്, ഒരു ബാലൻസ് ആണ്. അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, ഏത് തരത്തിലുള്ള ആളാണെങ്കിലും അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. അതും ആ നേടിയെടുക്കുന്ന രീതിയും തമ്മിൽ, ഈ രണ്ട് രീതിയും തമ്മിൽ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം, ഒരു അലൈൻമെന്റ് ഇത് തമ്മിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ചെയ്യുന്ന കാര്യങ്ങളോട് ഉള്ളിൽ നിന്ന് ഒരു ശരിയാണ് എന്ന ബോധ്യം നമുക്ക് വരും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഫീൽ റൈറ്റ് ബോധ്യം നമുക്ക് വരും. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവും. അപ്പോൾ ബാഹ്യമായ മറ്റു പ്രേരണകളൊന്നുമില്ലാതെ തന്നെ സ്വന്തമായി പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹം, ഒരു 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 മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഉൽപാദനക്ഷമതയും നമുക്ക് പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്യും. കാരണം ഇത് രണ്ടും കൂടെയുള്ള സമന്വയം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിറ്റിലൂടെ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫിറ്റായി മാറുന്നു എന്നാണ്. ആശയവിനിമയത്തിലേക്ക് നോക്കിയാൽ, കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രൊമോഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു പ്രൊമോഷൻ ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയോട് ഇന്ന് നിങ്ങളുടെ ജീവിതം അടിമുടി മാറും എന്നാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുമുട്ടുന്ന ആളുകൾ ഇത് രണ്ട് തരത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു കുറച്ചു നേരം സംസാരിക്കുമ്പോൾ ഇവർ പ്രൊമോഷനാണോ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, കീവേഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആണോ, സ്വപ്നജീവിയാണോ, പുതിയ കാര്യങ്ങൾ റിസ്ക് എടുത്ത് ഇറങ്ങുന്ന ആളാണോ, അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇതിന് കുഴപ്പമുണ്ട്, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പ്രിവെൻഷൻ ഫോക്കസ് ഉള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന രീതിയുണ്ട്. അപ്പം പ്രൊമോഷണൽ ആയിട്ടുള്ള വ്യക്തിയോട് ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന തരത്തിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ അയാൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും. അയാൾ കൂടുതൽ എപ്പോഴും നമുക്ക് താല്പര്യമുള്ള വിഷയത്തിനാണല്ലോ ഓരോ മനുഷ്യൻ്റെയും ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് അവരോട് സംസാരിക്കേണ്ടത്. അതേസമയം പ്രിവെൻഷൻ വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നാണ്. മറ്റേയാളോട് നമ്മൾ പറയുന്നത് ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുമെന്ന് പറയുമ്പോൾ, പ്രിവെൻഷനായിട്ടുള്ള വ്യക്തിയോട് ഇത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും എന്ന് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇത് സെയിൽസിലൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ടൂളായിട്ട് ഈ പ്രിവെൻഷൻ ഫോക്കസും ഈ രണ്ട് കാര്യങ്ങളും, ഈ പ്രൊമോഷൻ ഫോക്കസും മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അപ്പം മനസ്സിലാക്കേണ്ട, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാകത്തുക കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് മാത്രം വിജയം ലഭിക്കണമെന്നില്ല. സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് വിജയം ലഭിക്കണമെന്നില്ല. കാരണം കഴിഞ്ഞ കാലത്തിന്റെ ഒരു രീതിയാണ് ഹാർഡ് വർക്ക് എന്നത്. ഹാർഡ് വർക്ക് ചെയ്തതിലൂടെ നമ്മൾ സ്വയം നശിച്ചു പോവുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് നമ്മൾ പോവുക. നമ്മൾ ആയുർദൈർഘ്യം തന്നെ നോക്കൂ. ഹാർഡ് വർക്ക് ചെയ്ത് ആയുർദൈർഘ്യം പഴയ കാലത്ത് വളരെ കുറവായിരുന്നു. ഇന്ന് സ്മാർട്ട് വർക്കിലേക്ക് മാറിയപ്പോൾ ആരോഗ്യകരമായി കൂടി നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ സാഹചര്യത്തിൽ, അതുകൊണ്ട് തന്നെ ശരിയായ ഫോക്കസ്, റൈറ്റ് ഫോക്കസ് ഫോർ ദ റൈറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഫോക്കസ് തിരിച്ചറിയുക എന്നത് ഏറെ പ്രധാനമാണ്. മറ്റുള്ളവരുടെ ഫോക്കസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരോട് ആശയവിനിമയം നടത്തിക്കൊണ്ട്, നിങ്ങൾ പ്രൊമോഷണൽ ഫോക്കസ് ആണോ നിങ്ങൾ പ്രിവെൻഷൻ ഫോക്കസ് ആണോ എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വേഗം, നിങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാവട്ടെ, അവിടെയൊക്കെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരുടെ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പിഴവുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങൾ മറ്റുള്ളവരോട് മനസ്സിലാക്കിക്കൊണ്ട് സംയുക്തമായിട്ട് ഒരു കൊളാബറേഷൻ മൂഡിലൂടെ നമുക്ക് പോയി വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.